Good afternoon. Myself, I'm Sharifa Begum. ഞാൻ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് PSMO കോളേജിൽ. റെയ്ഹാനത്ത് മാം ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് റെസ്പെക്റ്റഡ് ഓൾ ദോസ് പീപ്പിൾ. സോറി, ബിക്കോസ് ഒരു ഇൻഫോർമൽ ഫങ്ഷൻ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എല്ലായിടങ്ങളിലും പോകുമ്പോൾ ഉണ്ടാവുന്നത് രണ്ട് വേദികളാക്കിയിട്ട്, രണ്ട് സ്പേസസ് ആക്കിയിട്ട് തിരിക്കാറാണ് പൊതുവെ. ഇത് എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയർ ആണ് എനിക്ക് ഇങ്ങനൊരു സ്കൂളിനെ പറ്റിയിട്ട് പോലും അറിവുണ്ടായത്. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള, ഞങ്ങൾ അബൂക്ക എന്നൊക്കെ വിളിക്കുന്ന ഒരാളുടെ അടുത്തു നിന്നാണ് ഇങ്ങനൊരു സ്കൂൾ ഉണ്ട് എന്നും മിസ് എങ്ങൾക്ക് പറ്റിയൊരു സ്കൂളാണ് എന്നാണ് ആദ്യം അബൂക്ക എന്നോട് പറഞ്ഞത്. ഇറ്റ് വാസ് ലൈക്ക്, എന്താ പറയുക, ഇതിനു മുമ്പ് പോയിരുന്ന രണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ. അപ്പം ഇറ്റ് വാസ് ലൈക്ക് നമ്മളെവിടെയോ സ്കൂളിൻ്റെ കുറേ സ്റ്റാൻഡേർഡ്സിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യേണ്ടി വരികയും മക്കളെവിടെയോ ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര കോമ്പറ്റീറ്റീവാണ് വേൾഡ്, ബട്ട് സ്റ്റിൽ ഒരു ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എവിടെയോ മക്കൾ മറന്നു പോകുന്നുണ്ടായിരുന്നു. ബട്ട് നൗ പ്രോബബ്ലി ദേ ആർ മോർ അലൈവ് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് ഈ ഒരു സ്ഥാപനത്തെ ഞാൻ നോക്കി കാണുന്നത്. ആ ഒരു വിധത്തിലാണ്. മൈ കിഡ്സ് ആർ ആക്ച്വലി വെരി അലൈവ്, വളരെ അലൈവായിട്ട്, എന്താ പറയുക, എല്ലാ രീതിയിലും ഒരു ഇൻഹിബിഷൻസ് ഇല്ലാണ്ട്. ഇപ്പം എൻ്റെ മകന്, വലിയ മകന് ഇതുവരെ, ഇപ്പം അവൻ 5ാം ക്ലാസ്സിലാണ്, ഇതുവരെ ആയിട്ട് അവന് സ്റ്റേജിൽ കയറിയിട്ടൊരു വളരെ ചെറുപ്പത്തിൽ LKG എന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്രോബബ്ലി സ്കൂളിൻ്റെ ആ ഒരു ചട്ടക്കൂടുകളിൽ അവനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് കുറച്ചും കൂടെ ഒരു, അസീസറൊക്കെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഇൻഫോർമലാണ്. ഫോർമലൈസ്ഡ് വേദികളൊക്കെ ഭയങ്കര സ്ട്രെയിഞ്ചാണ് അവനെ സംബന്ധിച്ച്. വേദികളിൽ കയറാൻ തന്നെ അവന് പൊതുവേ മടിയാണ്. എന്തിനാ നമുക്ക് അറിഞ്ഞാൽ പോരെ, എന്തിനാ അത് ഷോക്കേസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു, അങ്ങനെയൊക്കെയാണ് അവൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം പ്രോബബ്ലി എനിക്കറിയില്ല വെദർ ഐ എം നോട്ട് മേക്കിംഗ് സെൻസ് ഓർ നോട്ട്, എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ ഐ ഹവ് നോട്ട് പ്ലാൻഡ് ഔട്ട് എ ടോക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് സ്റ്റിൽ എനിക്ക് സ്റ്റെല്ലാർ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു വേദിയിൽ കുറേ ആളുകൾ കൂടിയിരുന്ന് ബാക്കിയുള്ളവർക്ക് കേൾക്കാനുള്ള അങ്ങനത്തെ ഒരു സംഭവമല്ല. വി ഡു ഷെയർ എ കോമൺ സ്പേസ്. അസീസർ നോക്കൂ, എല്ലാവരുടെ ഇടയിലും നടക്കുന്ന ഒരു പ്രിൻസിപ്പളിനെ ഞാൻ അങ്ങനെ, ഐ എം നോട്ട് കൈൻഡ് ഓഫ്, എന്താ പറയുക, ഫ്ലാറ്ററിങ് അല്ല, ഇറ്റ്സ് നോട്ട് ഫ്ലാറ്ററിങ് സോർട്ട് ഓഫ് എ തിങ്. ഇറ്റ്സ് ലൈക്ക് ഐ എം ജെനുവിൻലി സ്പീക്കിംഗ് ഫ്രം മൈ ഹാർട്ട്. കാരണം ഞാൻ അങ്ങനെ സംസാരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സമയത്തും നമ്മൾ പ്രോഗ്രാം എന്ന് കേൾക്കുമ്പം പേരൻസ് ഫീഡ്ബാക്ക് പല സ്കൂളുകളിലും നടക്കാറില്ല. പേരൻസിന് എന്താണ് പറയാനുള്ളത്, അസീസർ പറഞ്ഞു ലാസ്റ്റ് എനിക്ക് എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു കൺസേൺ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ വി ഷുഡ് നോ ഫ്രം ദ പേരൻസ് അബൌട്ട് ദ സ്കൂൾ, അബൌട്ട് അവർ കിഡ്സ്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം എനിക്കത് ഭയങ്കര അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ആ സീസറിനെ ഞാൻ കുറച്ചായി ഇപ്പോൾ കാണുന്നു, സ്കൂളിൽ പോവാറുണ്ട്. അപ്പോൾ കുട്ടികൾ 1-to-1 പേരൻ്റൽ ടോക്ക്, ജനറൽ ബോഡി, ഇങ്ങനെയുള്ള എല്ലാ മീറ്റിങ്സും അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഹിയർ. എങ്ങനെ എനിക്കത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഒരു വല്ലാത്ത ഡിഫറൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മക്കൾ പഠിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പഠിക്കുന്നതിനേക്കാളും അപ്പുറത്ത് പിന്നെ നമ്മളൊരു ഐഡിയോളജിയും കൂടെ ഉണ്ട് കേട്ടോ അതിൽ. അത് എനിക്കങ്ങനെ എല്ലാവർക്കും ഇതുപോലെ ഫിറ്റിനാവണം എന്നില്ല. എൻ്റെ ഒരു ഐഡിയോളജിയിലേക്ക് മാച്ച് ആവുന്നുണ്ട് സ്കൂൾ എന്നുള്ളതുകൊണ്ടും കൂടിയാണ്. എൻ്റെ ഒരു ഐഡിയോളജി ഇങ്ങനെയാണ്. അപ്പം പല സമയത്തും ഒരു ഫോർമലായിട്ടുള്ളൊരു സാധനത്തിലേക്ക് ഞാൻ ഫിറ്റിനാവാറില്ല. സ്ട്രക്ചർ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഇഷ്ടമാവണേ. എന്തായാലും റിയലി വെരി താങ്ക്ഫുൾ. മക്കളെ ഇവിടെ ചേർത്തു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം റെയ്ഹാനത്ത് മാം ആണെങ്കിലും, ദർ ആർ സോ മെനി ടീച്ചേഴ്സ്, ജസീല മാം, റെജീന മാം, ഐ എം നോട്ട് മെൻഷനിങ് എവ്രി വൺസ് നെയിം, ബട്ട് സ്റ്റിൽ എവ്രിബഡി അറൗണ്ട് ഹിയർ ആർ ആക്ച്വലി playing a very important role in my
കിഡ്സ് ലൈഫ് എന്നുള്ളത് വളരെയധികം നല്ല ബോധ്യമുണ്ട് എനിക്ക്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു ദാറ്റ്. ആൻഡ് ക്രിറ്റിസിസം പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ആക്ച്വലി ഹാവ് എനി. സോ if I should, I'm sorry for that. And thank you for calling me. I'm really thankful. Thank you all.